ഹായ്, എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ആറാമത്തെ ടെസ്റ്റ് പേപ്പർ ഇടുന്നായിരുന്നു അല്ലെ? സിമ്പിൾ ഇൻട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ അതെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതെങ്ങനെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഏൺഡ് ബൈ ഇൻവെസ്റ്റിംഗ് ₹15,000 അറ്റ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 10% per annum ഫോർ 2 years എന്നുള്ളതായിരുന്നു ചോദ്യം അല്ലെ? നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ അല്ലാതെ നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർഷവും സെയിം പലിശ തരുന്ന ഏർപ്പാടിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഞാൻ ഇട്ടിരിക്കുന്ന പൈസയുടെ എത്ര ശതമാനമാണോ എനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അത്രയും ശതമാനം എല്ലാ വർഷവും സെയിം എമൗണ്ട് തന്നെ നമുക്ക് ആ പൈസ ഇട്ടുന്ന അത്രയും കാലം നമുക്ക് തരുന്ന ഏർപ്പാടിനെ വിളിക്കുന്ന പേരാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇവിടെ എന്താണ് ചെയ്യാം? 15,000 രൂപ നമ്മൾ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വർഷത്തിൽ 10% തരാന്നാ പറഞ്ഞേക്കണം അല്ലെ? 15,000ത്തിന് 10% ഒരു വർഷം നമുക്ക് കിട്ടും. 15,000ത്തിന് 10% എത്രയാ? 15,000ത്തിന് 10% 1,500 രൂപയാണ്. 1,500 രൂപ വെച്ചിട്ട് 2 വർഷം കിട്ടുമ്പോൾ നമുക്ക് എത്ര രൂപ പലിശയാവും? 1,500 ഇൻറ്റു 2 എത്ര രൂപയായിരിക്കും പലിശയായിട്ട് കിട്ടുക? 3,000. സിമ്പിൾ ആണ് അല്ലെ? കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇത്രേ ഉള്ളൂ. 15,000ത്തിന്റെ 10% ആദ്യത്തെ വർഷം കിട്ടും. വീണ്ടും അതേ എമൗണ്ട് അടുത്ത വർഷം കിട്ടും. എന്ന് വെച്ചാൽ 1,500 ആദ്യത്തെ വർഷം, രണ്ടാമത്തെ വർഷം 1,500, അങ്ങനെ 1,500 പ്ലസ് 1,500 3,000 രൂപ 2 വർഷം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ₹4,000 അറ്റ് ദ എൻഡ് ഓഫ് 2 years is ₹614. 2 വർഷത്തേക്ക് നമുക്ക് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 640 ആണ്. ഒരു വർഷത്തിൽ എത്ര കിട്ടിയിട്ടുണ്ടാവും? സിമ്പിൾ ഇൻട്രസ്റ്റ് പ്രത്യേകത എന്താ? എല്ലാ വർഷവും സെയിം പലിശയാണ് കിട്ടാം. 2 വർഷം കൊണ്ട് 640 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷം എത്ര വെച്ചിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവാം? 320 രൂപ വെച്ചിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവാം അല്ലെ? ഈ 320 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? 4,000ത്തിന്റെ എത്ര ശതമാനമാണ്? 4,000ത്തിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണോ അത്രയും ശതമാനമാണ് എത്ര? 320 ആണല്ലോ. അങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിക്കാം. ഞാൻ 8 പൈസ ഇത്ര ശതമാനം ഓരോ വർഷം എനിക്ക് കിട്ടും. സോ അങ്ങനെയാകുമ്പോൾ 4,000ത്തിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണോ അത്രയും പെർസെന്റേജ് ആണ് 320 എന്ന് പറയുന്ന സാധനം. എത്രയായിരിക്കും? 4,000ത്തിന്റെ എത്ര ശതമാനമായിരിക്കും 320? 4,000ത്തിന്റെ 10% 400 ആണ്. അതിനേക്കാൾ ചെറുതാണ് അല്ലെ? അപ്പൊ എന്തായാലും 10%-നേക്കാൾ ചെറുതാണെന്ന് പറയുമ്പോൾ ഇതല്ല എന്ന് നമുക്ക് ഉറപ്പാണ്. പിന്നെ 4,000ത്തിന്റെ 1% എത്രയാ? 40 ആണ്. 40 ഇൻറ്റു 8 ആണ് 320 അല്ലെ? അപ്പൊ എത്ര ശതമാനമായിരിക്കും? 8% ആയിരിക്കും. നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒക്കെ കട്ട് ചെയ്യാം. അപ്പൊ എത്ര ആൻസർ? 8% ആയിരിക്കും അവിടുത്തെ ആൻസർ ആയിട്ട് വരും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹43,800 അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% per annum 400 days എന്നാണ് പറഞ്ഞത് അല്ലെ? നമുക്കറിയാം 43,800 രൂപ വെച്ചിട്ട് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരികയാണെങ്കിൽ ഒരു വർഷം നമുക്ക് എത്ര രൂപ കിട്ടുക? 4,380 രൂപ കിട്ടും ആണല്ലോ. ഒരു വർഷത്തേക്ക് നമുക്ക് 4,380 രൂപ കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് എത്ര രൂപ കിട്ടും? ഒരു വർഷം എന്ന് പറഞ്ഞാൽ നോട്ട് ആൻഡ് ലീപ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ലീപ് ഇയർ അല്ല എന്നുള്ളതാണ്. ലീപ് ഇയർ അല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 365 ദിവസമായിരിക്കും ഒരു വർഷത്തിൽ ഉണ്ടാവുക. ആ 365 ഡേയ്സിനാണ് 4,380 രൂപ നമുക്ക് കിട്ടുക. അപ്പൊ ഒരു ദിവസം കണ്ടുപിടിക്കാൻ 4,350 ഡിവൈഡഡ് ബൈ 365, പിന്നെ 100 ദിവസത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻറ്റു 100 കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചെറുതാക്കാൻ പറ്റുമോ നോക്കാം. 2 5 പോകും അല്ലെ? 43 5 8 പ്രാവശ്യം 8 40, ബാക്കി 38 7 പ്രാവശ്യം 7 35, ബാക്കി 3 ശിഷ്ടം 30 6 പ്രാവശ്യം അല്ലെ? 365 36 7 7 35, ബാക്കി 1 ശിഷ്ടം 15 എത്ര? 3 പ്രാവശ്യം 73. ഇനി 876 73, 87 73 ഒരു പ്രാവശ്യം അല്ലെ? 87 73 പോയാൽ ബാക്കി എത്ര ഉണ്ടാവുക? 14 ഉണ്ടാവും. 146 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം. അങ്ങനെ 12 ഇൻറ്റു 100 എത്ര കിട്ടുക? 1,200 രൂപയായിരിക്കും അവിടുത്തെ 100 ദിവസത്തേക്കുള്ള എന്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം. അപ്പോ വർഷത്തിലേക്ക് എത്രയെന്ന് കണ്ടുപിടിക്കാം. ഡിവൈഡഡ് ബൈ 365 ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ കിട്ടും. ഇൻറ്റു എത്ര ദിവസത്തേക്കാണോ വേണ്ടത് അത്ര കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി ലീപ് ഇയർ ആണെങ്കിൽ 366 വെച്ച് ഹരിക്കാം. അത്രയുള്ള പരിപാടി. യെസ്. A certain sum amounts to ₹6,500 in 5 years and 7,400 in 8 years at simple interest. Find the rate of interest എന്നുള്ള പറയണം. അപ്പോ ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒരു പൈസ നമ്മൾ ഇടുന്നു. അത് 5 വർഷം കൊണ്ട് 6,500 രൂപയാവുന്നു. 8 വർഷം കൊണ്ട് 7,400 രൂപയാവുന്നു. ആ 3 വർഷത്തിൽ 5 വർഷം മുതൽ 8 വർഷം വരെ എത്ര കൂടി നോക്കിക്കുക? 6,500 7,400 ആയി മീൻസ് 900 രൂപ കൂടി അല്ലെ? അത് 3 വർഷം കൊണ്ടല്ലേ കൂടി? ഓരോ വർഷവും എത്ര വെച്ചായിരിക്കും കൂടുന്നുണ്ടാവുക? 900 ബൈ 3 300 രൂപ വെച്ച്. എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രത്യേകത? എല്ലാ വർഷവും എനിക്ക് സെയിം പലിശ ആയിരിക്കും കിട്ടുക. അപ്പൊ ഓരോ വർഷം 300 വെച്ചിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 5 വർഷം കൊണ്ട് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? ഓരോ വർഷവും 300 വെച്ചിട്ടാണ് കിട്ടുന്നതെങ്കിൽ പലിശ ഇനത്തിൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? 300 × 5 1500 രൂപ കിട്ടിയിട്ടുണ്ടാവും. ഈ 1500 എന്ന് പറയുന്നത് ഈ 6500 ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എത്ര രൂപയായിരിക്കും നമ്മൾ ഇട്ടിരിക്കുന്ന പൈസ? 6500 മൈനസ് 1500 5000 രൂപ കൊണ്ട് ഇട്ടപ്പോഴാണ് അത് 6500 ആയിട്ട് 5 വർഷം കഴിയുമ്പോഴും 7400 ആയി 8 വർഷം കഴിയുമ്പോഴും വികസിപ്പിച്ചിട്ടുണ്ടാവാം. അപ്പൊ ഈ 5000ത്തിന്റെ എത്ര ശതമാനമാണ്? 300 എന്ന് കണ്ടുപിടിച്ചാൽ മതി. എത്ര ശതമാനം എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണ്. ഓരോ വർഷവും എനിക്ക് എത്ര രൂപ നിരക്കിൽ പലിശ കിട്ടുന്നു എന്നുള്ളതാണ് സംഭവം. 300 രൂപയാണ് പലിശ കിട്ടുന്നത്. 5000ത്തിന്റെ എത്ര ശതമാനമാണ് 300 എന്ന് ആലോചിച്ചാൽ മതി. 5000ത്തിന്റെ 1% 50 ആയിരിക്കും. അപ്പൊ 50 × 6 ആണ് 300 അല്ലെ? ദാറ്റ് മീൻസ് 6% ആയിരിക്കും ആൻസർ. സിമ്പിൾ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അറ്റ് വാട്ട് റേറ്റ് ഓഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് എ സർട്ടൻ സം വിൽ ബി ഡബിൾഡ് ഇൻ 11 ഇയേഴ്സ്? ഒരു എമൗണ്ട് ഡബിൾ ആവാൻ എടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ 100 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡബിൾ ആവാൻ എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100/n. ഇനി എത്ര വർഷം കൊണ്ടാണ് അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നു, എത്ര വർഷം കൊണ്ടാണ് അത് ഡബിൾ ആവാന്ന് ചോദിച്ചാൽ 100 ഡിവൈഡഡ് ബൈ r ആണ് ഇക്വേഷൻ. 100 ഡിവൈഡഡ് ബൈ n ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 11 നമുക്കറിയാം 100ൽ 11 കറക്റ്റ് ആയിട്ട് പോവില്ല. 9 ലക്ഷം അല്ലെ? 99 ബാക്കി 1 ശിഷ്ടം, ആ 1 മുകളിൽ എഴുതി ഡിവൈഡഡ് ബൈ 11 കൊണ്ടാണ് നമ്മൾ സോ 9 1/11% നമ്മൾ ഇടുകയാണെങ്കിലാണ് 11 വർഷം കൊണ്ട് ആ എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് നിരക്കിൽ ഡബിൾ ആയി കിട്ടും. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്കൊരു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ? അപ്പൊ എ മുതൽ എഫ് വരെയുള്ള ആളുകൾ ഒരു ബാങ്കിലോ അല്ലെങ്കിൽ ചില ഇതില് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട് അല്ലെ? അതിന്റെ പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്, എത്ര ടൈം പീരീഡ് എത്ര വർഷത്തേക്കാണ് തന്നിട്ടുണ്ട്, തിരിച്ചു കിട്ടിയ എമൗണ്ടും തന്നിട്ടുണ്ട് അല്ലെ? ഇത് വെച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത്. ചിലതൊക്കെ ഡാഷ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ആ ഡാഷ് ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ കണ്ടുപിടിക്കണം. സോ ആദ്യത്തെ ചോദ്യം എന്താ? ഇഫ് ദ എമൗണ്ട് റിസീവ്ഡ് ബൈ എഫ് ഫീസ്, എഫിന് കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 67,200 ആണെന്ന് വിചാരിക്കാം. ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. 60,000 രൂപ നിക്ഷേപിച്ച സ്ഥാനം 67,200 ആയി മീൻസ് 7,200 ആണ് അവിടുത്തെ പലിശ അല്ലെ? എത്ര വർഷം കൊണ്ടാ പലിശ കിട്ടുന്നത്? 2 വർഷം കൊണ്ടാ. 7,200 2 വർഷം കൊണ്ട് കിട്ടുക മീൻസ് 7,200/2 3,600 ആയിരിക്കും ഒരു വർഷത്തെ പലിശ. ആ 3,600 എന്ന് പറയുമ്പോ ഇതിന്റെ 60,000ത്തിന്റെ എത്ര ശതമാനമാണ് 3,600 എന്ന് കണ്ടുപിടിച്ചാൽ പോരെ? 60,000ത്തിന്റെ 1% എത്രയാ? 2 പൂജ്യം കളഞ്ഞ 600. 600 ഇൻറ്റു എത്രയാണ് 3,600? 6 ആണ്. അപ്പൊ 1% ഇൻറ്റു 6 6% ആയിരിക്കും അവിടുത്തെ ആൻസർ. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഈ ഇൻവെസ്റ്റഡ് ദ എമൗണ്ട് ഫോർ 3 ഇയേഴ്സ്, ഈന്റെ കേസിൽ 3 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും അവർക്ക് 3 വർഷത്തിന് ശേഷം കിട്ടുന്ന എമൗണ്ട് എന്നുള്ളതാണ് ചോദ്യം അല്ലെ? അപ്പോ എത്ര രൂപയാണ് ഇട്ടിരിക്കുന്നത്? 20,000. എത്രയാണ് പലിശ എന്ന് പറഞ്ഞേക്കണം? 8%. 20,000ത്തിന്റെ 8% എത്രയാ? 1,600 അല്ലെ? 20,000ത്തിന്റെ 1% 200 ആയിരിക്കും. 200 ഇൻറ്റു 1,600 ആയിരിക്കും ഓരോ വർഷവും കിട്ടുന്നുണ്ടാവാം. അങ്ങനെ 3 വർഷം കൊണ്ട് എത്രയായിരിക്കും കിട്ടുക? 0 0 3 18 ബാക്കി 1 ഒരു 3 4 4,800 രൂപയായിരിക്കും അവിടെ പലിശ ഇനത്തിൽ കിട്ടിയിട്ടുണ്ടാവുക. സോ അപ്പൊ ടോട്ടൽ എത്ര കിട്ടണം? 20,000 പ്ലസ് 4,800 24,800 ആയി കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എ ആൻഡ് സി ഇസ് ഇൻ ദ റേഷ്യോ 2:3. എക്കും സിക്കും കിട്ടിയിരിക്കുന്ന റേഷ്യോ എത്രയാണ്? 2:3. അപ്പൊ 2നെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് 6%. അപ്പൊ 3 റെപ്രസെന്റ് ചെയ്യുന്നത് എത്രയായിരിക്കും? 2 6% ആണെങ്കിൽ 2 × 3 ആണ് 6%. അപ്പൊ 3 കൊണ്ട് ഗുണിക്കണം. 3 × 3 9% ആയിരിക്കും വ്യത്യാസമാണ് അല്ലെ? സോ അങ്ങനെയാണെങ്കിൽ then the money invested by C will get doubled in dash years എന്ന് പറഞ്ഞാൽ എത്ര രൂപ നിക്ഷേപിച്ചാലും അത് ഡബിൾ ആവാണെങ്കിൽ എത്ര സമയം എടുക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? 100 ഡിവൈഡഡ് ബൈ അല്ലെ? ഡബിൾ ആവാൻ എടുക്കുന്ന ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 100 ഡിവൈഡഡ് ബൈ r. ഇവിടുത്തെ r എത്രയാ? 9 ആണ്. സോ 100 ഡിവൈഡഡ് ബൈ 9 അല്ലെ? എത്ര കിട്ടാ? 10 ഒരു പ്രാവശ്യം അല്ലെ? ബാക്കി 1 ശിഷ്ടം 10 വീണ്ടും ഒരു പ്രാവശ്യം ബാക്കി 1 ശിഷ്ടം ആ 1 മുകളിൽ എഴുതി ബൈ 9 താഴെ എഴുതി. അപ്പൊ എത്രയാണ്? 11 1/9 ഇയേഴ്സ് കൊണ്ടായിരിക്കും അത് ഡബിൾ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? If the difference between the interest received by E and B is rupees 4,200. ഇയിലും ബിയിലും കൂടെ കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 4,200 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അല്ലെ? 4,200 ആണ് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്ന ഡിഫറൻസ് എന്ന് വിചാരിക്കാം. ആൻഡ് E invested his money for double the time period for which B invested his money. B ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈമിന്റെ
ഇരട്ടി സമയത്താണ്, നമുക്കിവിടെ സമയവും തന്നിട്ടില്ല, ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ഇ ഈസ് എന്നുള്ളതാണ് ചോദ്യം. അല്ലെ? സോ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കേസ്, ബി സപ്പോസ് എക്സ് ഡേയ്സിനാണ്, എക്സ് ഇയേഴ്സിനാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വരയ്ക്കാം. അല്ലെ? ഈ ഇൻവെസ്റ്റഡ് ഹിസ് മണി ഫോർ ഡബിൾ ദ ടൈം പീരീഡ് ഫോർ വിച്ച് ബി ഇൻവെസ്റ്റഡ് എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ എത്ര സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? 2x ടൈമിലേക്കായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെ? ഇനി അപ്പൊ ഓരോന്നിന്റെയും പെർസെന്റേജ് ഒന്ന് കണ്ടുപിടിച്ച് 30,000ന്റെ 6% എത്രയായിരിക്കും വരിക? 30,000ന്റെ 6% പറയും മീൻസ് ഓരോ വർഷവും അവിടെ എത്ര പലിശ കിട്ടുന്നുണ്ടാവും? 30,000ന്റെ 6% വെച്ച്. 30,000ന്റെ 1% എത്രയാ? 300. 300 ഇൻറ്റു 6, 1,800 വെച്ച് കിട്ടുന്നുണ്ടാവും. ആ 1,800 ഇൻറ്റു ടൈം പീരീഡ് എക്സ് ആയതുകൊണ്ട് അത്. അടുത്ത ഇവിടെ 20,000ത്തിന് 8%. 20,000ത്തിന് 8% എത്രയാ? 20,000ത്തിന്റെ 10% എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി 1% എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 ആണ്. 8% മീൻസ് 200 ഇൻറ്റു 8 1600. ആ 1600 ഇൻറ്റു 2x ആണ് അവിടെ ടോട്ടൽ കിട്ടുന്ന പലിശ. അല്ലെ? അപ്പൊ ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എത്രയെന്ന് പറയുന്നത്? 4,200 എന്ന് പറയുന്നത്. അല്ലെ? അതായത് 1,600 രൂപ വെച്ച് ഇനി കിട്ടുന്നു. 2x ടൈംസ് ആണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. 2x വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പൊ 1,600 ഇൻറ്റു 2x മൈനസ് 1,800 ഇൻറ്റു എക്സ് ആണ് 4,200. അപ്പൊ എത്രയായിരിക്കും? 1,600 ഇൻറ്റു 2x 3,200x എന്ന് കിട്ടും. അല്ലെ? മൈനസ് 1,800x ഈക്വൽ ടു ആണ് 4,200. എത്രയായിരിക്കും? 3,200 1,800 പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് 3,200 1,800 പോയാൽ 3,200 1000 പോയാൽ 2,200. ഒരു 800 കൊണ്ട് പോയാൽ എത്ര കിട്ടാ? 400 എന്നായിരിക്കും കിട്ടും. അല്ലെ? 1,400 എന്നായിരിക്കും കിട്ടും. ഓക്കെ, 2,200 2,200 800 പോയി കഴിഞ്ഞാൽ 1,400. ആ 1,400x ആണ് 4,200. അപ്പൊ എക്സിന്റെ വില എത്രയാ? എക്സ് ഈക്വൽ ടു 4,200 ഡിവൈഡഡ് ബൈ 1,400. ഇവിടെ ഇടാ 3 എന്നായിരിക്കും ആൻസർ കിട്ടുക. 2 0 2 0 വെട്ടിപ്പോയി. 14 42 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം പോകും. ഇനി അതല്ലെങ്കിൽ 2 വെച്ച് വെട്ടി ചെറുതാക്കാം. ഇവിടെ 21, ഇവിടെ 7 കിട്ടി. 21 7 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. അത് നമുക്കറിയാലോ. അപ്പൊ എക്സിന്റെ വാല്യൂ 3 ആണെന്ന് കിട്ടി. എന്ന് വെച്ചാൽ നമ്മുടെ ബി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 3 വർഷത്തേക്കും ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന 3 ഇൻറ്റു 2 6 വർഷത്തേക്കുമാണ്. ചോദ്യം എന്താ? ദെൻ ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ഇ ഈസ്. ഇന് എത്ര രൂപയായിരിക്കും കിട്ടുക എന്നുള്ളതാണ്. ഈയുടെ കേസിൽ നമുക്കറിയാം 20,000 ആണ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. 8% പലിശ എന്ന് വെച്ചാൽ 1,600 വെച്ചിട്ടായിരിക്കും കിട്ടും. 1,600 ഇൻറ്റു 6 എത്ര കിട്ടുക? 0 0 6 36, ബാക്കി 3 1 6 6 3 9 9,600 ആണ് 6 വർഷം കൊണ്ട് കിട്ടുക. സോ 20,000 പ്ലസ് 9,600 എത്ര രൂപ തിരിച്ചു കിട്ടും? 29,600 രൂപയായിരിക്കും അവർക്ക് തിരിച്ചു കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഇഫ് ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എഫ് ഈസ് ₹7,575 മോർ ദാൻ ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ ഡി. അല്ലെ? ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എഫ് ഈസ് 2% മോർ ദാൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എ. സോ എഫിന്റെ കേസിലും നമുക്ക് എഫും പിന്നെ ആരാണ് തന്നിരിക്കുന്നത്? ഡിയും ആണ് തന്നിരിക്കുന്നത്. സോ എഫിന്റെയും ഡിന്റെയും കേസാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ? എഫും ഡിയും. എഫിന് 7,575 രൂപ കൂടുതൽ കിട്ടിയിരിക്കുന്നു ഡിനേക്കാൾ. അല്ലെ? നമുക്ക് ഡിന്റെ കേസിലും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള വഴിയില്ല. എഫിന്റെ കേസിലും നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് തന്നിട്ടില്ല. ഇനി വേറെന്താ പറഞ്ഞേക്കണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എഫ് ഈസ് 2% മോർ ദാൻ ദാറ്റ് ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ബൈ എ 6% ആണ്. അപ്പൊ എഫിന്റെ കേസ് 2% കൂടുതലാണ്, മീൻസ് 8% ആയിരിക്കും. സോ നമുക്ക് ഇവിടെ എഫിന്റെ എമൗണ്ട് എത്ര രൂപയാണ്, അല്ലെങ്കിൽ എഫിന് കിട്ടിയിരിക്കുന്ന ഇൻട്രസ്റ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എത്രയാ വരാ? 60,000ത്തിന് 8%. 60,000ത്തിന് 8% എത്രയാ? 60,000ത്തിന് 8% മീൻസ് 1% 600. അല്ലെ? 8% മീൻസ് 600 ഇൻറ്റു 8 4,800 ഇൻറ്റു 2 2 വർഷത്തേക്ക് കിട്ടുന്ന പലിശ എത്രയായിരിക്കും? 9,600 രൂപയായിരിക്കും 2 വർഷത്തേക്ക് കിട്ടും. 4,800 ഇരട്ടി. സോ അത് 7,575 കൂടുതലാണ് എന്തിനേക്കാൾ? ഡിക്ക് കിട്ടുന്നതിനേക്കാൾ. അപ്പൊ 9,600 മൈനസ് 7,575 ചെയ്യുമ്പോൾ നമുക്ക് ഡിക്ക് കിട്ടുന്നത് കിട്ടും. കാരണം 9,600 എന്ന് പറയുന്നത് 7,575 കൂടുതലാണ്. എഫിന് കിട്ടുന്ന 7,575 കൂടുതലാണ് ഡിന് കിട്ടുന്നതിനേക്കാൾ എന്ന് പറയുമ്പോൾ നമ്മളത് കുറയ്ക്കണം. അല്ലെ? അപ്പൊ നമുക്ക് എത്ര വരിക? 9,600 മൈനസ് 7,575 5 10, ബാക്കി 8 10. അല്ലെ? ബാക്കി 1 0. 2,025 ആയിരിക്കും ഡിക്ക് കിട്ടിയ പലിശ. ആണല്ലോ? ചോദ്യം എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാന്നുള്ളതാണ്. അപ്പൊ 2,025 പലിശയായിട്ട് കിട്ടണമെങ്കിൽ 45,000 എത്ര വർഷം കൊണ്ടാണ് കിട്ടുന്നത്? 3 വർഷം കൊണ്ടാണ് കിട്ടുന്നത്. അല്ലെ? അപ്പൊ ഒരു വർഷത്തിൽ എത്ര കിട്ടിയിട്ടുണ്ടാവും? 2,025 ഡിവൈഡഡ് ബൈ 3 എത്ര കിട്ടും? 20 3 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. 3 18, ബാക്കി 2 ശേഷം 22 7 പ്രാവശ്യം. 21 ബാക്കി 1 ശേഷം 15 5 പ്രാവശ്യം. 675 രൂപ വെച്ചിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടാവും. അല്ലെ?
ആ 675 എന്ന് പറയുന്നത് എത്രയുടെ 45,000ന്റെ എത്ര ശതമാനമാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. 45,000ന്റെ എത്ര ശതമാനമാണ് 675 എന്നുള്ളതല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒന്ന് ആലോചിക്കുക, 45,000ത്തിന്റെ 1% എത്രയാ? 450 അല്ലേ. അല്ലെ, 1% 480 ആണ്. സോ 8% ആവാൻ വഴിയുണ്ടോ 675? ഒരു കാരണവശാലും ഇല്ല അല്ലെ. പിന്നെ എത്ര ശതമാനമായിരിക്കും? 1.3 ആണോ, 1.4 ആണോ, 1.5 ആണോ എന്നുള്ളതാണ് ഡൗട്ട്. അപ്പൊ 450 എന്തായാലും എത്രയാണ്? 1% നമുക്കറിയാം. ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഇടയ്ക്കുള്ള വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 0.4% എന്ന് കണ്ടുപിടിച്ച് നോക്കാം. 0.1% എത്രയായിരിക്കും? 45 ആയിരിക്കും അല്ലെ. കാരണം 3 സ്ഥാനങ്ങൾ മാറ്റുമ്പോഴാണ് നമുക്ക് 100% എന്ന് വെച്ചാൽ 45,000 തന്നെയാണ്. 0.1% പറയുമ്പോൾ 3 സ്ഥാനം മാറ്റണം. അപ്പൊ 45 ആയിരിക്കും 0.1%. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4% മീൻസ് 45 into 4 അല്ലെ. 45 into 4 എന്ന് പറയുമ്പോൾ എത്ര വരിക? 4 20, ബാക്കി 2 4 16 2 18, 180 കിട്ടും. സോ 450 180 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുക? 0 3 630 കിട്ടുന്നത്. 630 വലുതല്ലേ വാല്യൂ. അപ്പൊ പിന്നെ 1.4 വലുതായിട്ടുള്ള 1.5% ആയിരിക്കും ആൻസർ. സിമ്പിൾ അല്ലേ? യെസ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മുടെ ആ പേര് പോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. സോ അപ്പൊ അത്രയായിരുന്നു ഈ ഒരു ആഴ്ചത്തെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചത്തെ ചോദ്യ പേപ്പറുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.